നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ കടുത്ത നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊടും കുറ്റവാളികളെ വെടിവെച്ച് കൊന്നും ആക്രമികളെ ഉന്മൂലനം ചെയ്തും നിലവിൽ യോഗി ആദിത്യനാഥ് സർക്കാർ യുപിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ബുൾഡോസർ ഉപയോഗിച്ചിരിക്കുകയാണ്. ബുൾഡോസറിൽ ഉപയോഗിച്ച് വീണ്ടും ഉത്തർപ്രദേശിലെ അനീതികളെ തകർത്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഇപ്പോൾ വീണ്ടും ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 260 കോടിയിലധികം വിലമതിക്കുന്ന ഭൂമി ഭൂമാഫിയയിൽ നിന്ന് ഒഴിപ്പിച്ചെടുത്തതാണ് നോയിഡ അതോറിറ്റി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിരുത്തില കഞ്ചാപൂർ ഗ്രാമത്തിന് സമീപം 8000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് അനധികൃതമായി കയ്യേറിയാണ് മാഫിയ വീട് നിർമ്മിച്ചത്. അതോറിറ്റിയുടെ ഭൂലേഖ ഡിപ്പാർട്ട്മെന്റ് ടീമും സർക്കിൾ ടീമും പോലീസും സംയുക്തമായി നടത്തിയാണ് ഈ അനധികൃതമെല്ലാം ഇപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിക്ക് ഏകദേശം 48 കോടി വിലമതിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ബസായി ഗ്രാമത്തിലെ 4500 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ഭൂമാഫിയ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അതിർത്തി ഭിത്തി പൊളിച്ചാണ് നോയിഡ അതോറിറ്റി സംഘം ഭൂമി കയ്യേറ്റ മാഫിയയിൽ നിന്നും മോചിപ്പിച്ചത്. ഏകദേശം 34 കോടി രൂപയാണ് ഈ ഭൂമിയുടെ വിലയായി കണക്കാക്കപ്പെടുന്നത്. മദർഹുഡ് ഹോസ്പിറ്റൽ സെക്ടർ 48 മുന്നിൽ നടത്തിവന്ന അനധികൃത നിർമ്മാണവും സംഘം പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഹാജിപൂരിലെ അനധികൃതമായി നിർമ്മിച്ച സമുച്ചയത്തിൽ അതോറിറ്റി നോട്ടീസ് ഒട്ടിക്കുകയും അനധികൃത കയ്യേറ്റക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സലാർപൂരിൽ 30,000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് നടത്തിവന്ന അനധികൃത നിർമ്മാണവും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഏകദേശം 150 കോടി രൂപയാണ് ഈ ഭൂമിക്ക് വില കണക്കാക്കുന്നത്. ഈ ഭൂമിയിൽ അനധികൃത കടകൾ നിർമ്മിച്ച് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു ഭൂമാഫിയ സംഘങ്ങൾ. യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ ഭരിക്കുമ്പോൾ തെറ്റു ചെയ്യുന്നവർക്ക് നീതി ലഭിക്കില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നോയിഡയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യോഗി സർക്കാർ ഭൂമാഫിയയുടെ മാത്രമല്ല ഗുണ്ടകൾ അനധികൃതമായി പിടിച്ചുവെച്ച സ്വത്തുക്കളും മോചിപ്പിച്ചിട്ടുണ്ട്. BJPയുടെ ഭരണത്തിൽ ഉത്തർപ്രദേശ് ജനത പൂർണ്ണ സുരക്ഷിതവും സംതൃപ്തവുമാണ് എന്നതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഭൂമാഫിയകൾക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് UP സർക്കാർ അറിയിച്ചിരിക്കുന്നു. ഭൂമാഫിയ സംഘടനകൾക്ക് സർക്കാർ നടപടി ഒരു കാരണവശാലും തടയാൻ സാധിക്കില്ല. കാരണം ഏത് സമയം യോഗി ആദിത്യനാഥ് സർക്കാർ ഇവരുടെ പ്രവർത്തനം തടഞ്ഞാൽ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന ഓർഡർ യോഗി ആദിത്യനാഥ് സർക്കാർ ഉടനടി നൽകും. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ UP ശാന്തമായ ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. UP ജനത വീണ്ടും യോഗി ആദിത്യനാഥ് സർക്കാരിന് തന്നെ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭരിക്കാൻ മൂന്നാമതും UPയിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ തേരോട്ടം വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.